പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വരരുചി എഴുന്നേറ്റ് നിന്നു. പോയ കാര്യം സാധിച്ചു. ഈശ്വരാനുഗ്രഹം കൊണ്ടും തിരുമനസിലെയും ഈ പണ്ഡിത ശിരോമണികളുടെയും അനുഗ്രഹം കൊണ്ടും കാര്യം സാധിച്ചു. എങ്കിൽ പറയൂ, രാമായണത്തിലെ പ്രധാന ശ്ലോകം ഏതാണ്? ഏതാണ് പ്രധാന വാക്യം? വരരുചി ശ്ലോകം ചൊല്ലി. രാമം ദശരഥം വിദ്ധി, മാം വിദ്ധി ജനകാത്മജം, അയോധ്യാമടവിം വിദ്ധി, ഗച്ഛദാദാ യഥാസുഖം. സദസ്സ് നിശ്ശബ്ദമായി ഇരുന്ന് കേട്ടു. വരരുചി തുടർന്നു. ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. ഇതിലെ മാം വിദ്ധി ജനകാത്മജം എന്ന വാക്യമാണ് സർവപ്രധാനം. ശരിതന്നെ, ശരിതന്നെ, പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞു. ഈ ശ്ലോകത്തെ 10 തരത്തിൽ വ്യാഖ്യാനിക്കാം. കാതലായ വ്യാഖ്യാനം ഞാനിപ്പോൾ പറയാം. വനവാസത്തിന് പുറപ്പെട്ടിരിക്കുകയാണ് ശ്രീരാമലക്ഷ്മണന്മാരും സീതയും. തന്റെ പ്രിയമാതാവ് കണ്ണീരൊഴുക്കുന്നത് ലക്ഷ്മണൻ കണ്ടു. തന്നെ ആശീർവദിച്ചയക്കേണ്ട സുമിത്രാദേവി ഒരു സാധാരണ സ്ത്രീയെപ്പോലെ കരയുകയാണോ എന്ന് ലക്ഷ്മണൻ ചോദിക്കുന്നു. അമ്മ കരയുന്നില്ല മകനെ, അമ്മ കാത്തിരിക്കും. നീണ്ട 14 വർഷം കാത്തിരിക്കും ഉണ്ണി. അമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ, രാമനെ ദശരഥനായി കണക്കാക്കൂ. സീതയെ നിന്റെ അമ്മയായ ഈ എന്നെപ്പോലെ കരുതണം. വനത്തെ അയോധ്യയായി സങ്കൽപ്പിക്കണം. പോയി വരൂ ഉണ്ണി. ഒരു വ്യാഖ്യാനം കൂടി ഇപ്പോൾ സമർപ്പിക്കാം. വരരുചി പറഞ്ഞു. രാമം ദശരഥം വിദ്ധി. രാമനെ ദശരഥൻ എന്നറിഞ്ഞാലും പക്ഷിവാഹനനായിരിക്കുന്ന വിഷ്ണുവാണ് രാമൻ എന്നുകൂടി വ്യാഖ്യാനിക്കാം. ജനകാത്മജ എന്ന പദത്തിന് മഹാലക്ഷ്മി എന്നുകൂടി അർത്ഥം നൽകാം. അയോധ്യാമടവിം എന്ന പ്രയോഗത്തിന് രാമനില്ലാത്ത അയോധ്യ കാടിന് സമം എന്ന വ്യാഖ്യാനവും നൽകാം. വിക്രമാദിത്യ മഹാരാജാവ് സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു. അപാരം, അപാരം! വരരുചി, എന്റെയും പണ്ഡിത സദസ്സിന്റെയും ഹൃദയംഗമമായ അഭിനന്ദനം. വരരുചിക്ക് മാത്രം നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം വരരുചി ഭംഗിയായി ചെയ്തു. വരരുചി ഇങ്ങോട്ട് വരൂ. വരരുചി മഹാരാജാവിന്റെ അടുത്ത് ചെന്നു. ഒരു വീരാളിപ്പട്ടെടുത്ത് വിക്രമാദിത്യൻ വരരുചിയുടെ മേൽ ചാർത്തി. തന്റെ കഴുത്തിൽ നിന്നും പുഷ്യരാഗമാല ഊരിയെടുത്ത് വരരുചിയുടെ കഴുത്തിൽ അണിയിച്ചു. 4 പണക്കിഴികൾ സമ്മാനിച്ചു. അദ്ദേഹം സേവകരോട് കൽപ്പിച്ചു, എന്റെ അടുത്ത് ഒരിരിപ്പിടം തയ്യാറാക്കൂ, വേഗം വേണം. സേവകന്മാർ ഒരു ചാരുപീഠം സിംഹാസനത്തിന്റെ സമീപത്ത് കൊണ്ടുവച്ചു. പീഠത്തിൽ പട്ട് വിരിച്ചു. വരരുചി, ഇരിക്കൂ. ഇന്നു മുതൽ താങ്കളുടെ സ്ഥാനം ഇതാ ഇവിടെയാണ്. വരരുചിയുടെ കണ്ണ് നിറഞ്ഞു. ആനന്ദ കണ്ണീർ. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.